ഗുഡ് ഈവനിങ്. നമ്മുടെ RRB, JE, അതേപോലെ ALP, അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഒക്കെ എക്സാംസ് കഴിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുകയാണല്ലേ. ഇപ്പൊ ALPയുടെ റെസ്പോൺസ് ഷീറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക്, അതായത് നിങ്ങൾക്ക് റെസ്പോൺസ് പ്രകാരം എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ, റോ മാർക്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അതേപോലെ JEയുടെ എന്ത് ചെയ്യാം, റെസ്പോൺസ് ഷീറ്റ് തിങ്കളാഴ്ച തന്നെ മോസ്റ്റ് പ്രോബബ്ലി വരുന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ ടെക്നീഷ്യന്റെയും അതേപോലെ എന്താ കുറച്ച് കഴിഞ്ഞിട്ട് ടെക്നീഷ്യനെ കുറച്ച് ഡിലേ ഉണ്ടാവുന്നിട്ടായിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ ഗ്രേഡ് 3 ഇപ്പം നടക്കാൻ വേണ്ടി പോവാണല്ലോ. അപ്പോൾ നമ്മളുടെ ടോപ്പിക്കിലോട്ട് വരാം. അതായത് എത്ര അപ്ലിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത്, ഓരോരോ സോണിലും എത്ര അപ്ലിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഒഫീഷ്യൽ ഡാറ്റയാണ്. അത് കൂടാണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ പറയാനുണ്ടാവും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് പോവാം. അപ്പോൾ ഇതിലിപ്പോ നമുക്ക് ട്രിവാൻഡ്രം സോൺ നോക്കുകയാണെങ്കിൽ RRB-JE കാറ്റഗറിയിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 2808 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. SC 1681, ST 438, OBC നോൺ ക്രീമിലെയർ 7375, EWS 184, എക്സ് സർവീസ്മാൻ 216. ടോട്ടൽ 18,486 പേരെന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം ഡിവിഷനിൽ, തിരുവനന്തപുരം RRB-യിൽ JEക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ALP ആണെന്നുണ്ടെങ്കിലോ, അൺറിസർവ്ഡ് 6223, SC 3117, ST 3906, OBC 4209, EWS 221, ടോട്ടൽ എക്സ് സർവീസ്മാൻ 181. ടോട്ടൽ 17,676 പേര് എന്ത് ചെയ്തിട്ടുണ്ട് ALPക്ക് വേണ്ടിയിട്ട് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് തിരുവനന്തപുരം സോണിൽ കമ്പയർ ചെയ്ത് JEക്കൊക്കെ അവിടെ വേക്കൻസി നല്ലോണം കുറവാകുന്നുണ്ടായിരുന്നു അല്ലെ. ഏകദേശം 120 സംതിങ് വേക്കൻസിയാണ് ഉള്ളത്. ഈ 121 പോസ്റ്റിന് വേണ്ടിയിട്ട് ആണ് 18,486 പേര് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിൽ പല ഈ ബ്രാഞ്ച് വൈസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആക്കാത്തത്. ഇനിയിപ്പം കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക ചെന്നൈ സോണിലായിരിക്കും അല്ലെ. ചെന്നൈയുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ JEയുടെ കേസിൽ CN3/2024 കേസിൽ സമ്മർ ഓഫ് വാലിഡ് അപ്ലിക്കേഷൻസ് അൺറിസർവ്ഡ് 19,475 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. SC 26,068, ST 5,528, OBC 62,899, EWS 3,393, അതുപോലെ എക്സ് സർവീസ് 329. അതുപോലെ അതർ ഇതിൽ PWD കാൻഡിഡേറ്റ്സിൽ 184, H 789 LD. ടോട്ടൽ 1,17,363 പേര് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ചെന്നൈയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അവിടെ ഏകദേശം 600ന്റെ അടുത്ത് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ 1,17,363. ഇനിയിപ്പം ALPയുടെ കേസിലാണെങ്കിൽ 16,000 അൺറിസർവ്ഡ്, SC 23,000, ST 2,400, OBC NCL 23,000, EWS 714, എക്സ് സർവീസ്മാൻ 194. ടോട്ടൽ 66,550 പേര് എന്ത് ചെയ്തിട്ടുണ്ട് ALPക്ക് അവിടെ 67,550. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ സൈറ്റിൽ ഇപ്പൊ ട്രിവാൻഡ്രം RRBയുടെ സൈറ്റിൽ കയറിയാൽ ട്രിവാൻഡ്രത്ത് അപ്ലൈ ചെയ്ത ഡീറ്റെയിൽസ് കിട്ടും. അതേപോലെ ചെന്നൈ RRBയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ചെന്നൈ അപ്ലൈ ചെയ്ത ഡീറ്റെയിൽസ് കിട്ടും. അതേപോലെ ബാക്കി ഇപ്പം ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിലും അതേ ഏറ്റവും പിന്നെ കൂടുതൽ പേര് അപ്ലൈ ചെയ്യുന്നത് ബാംഗ്ലൂർ ആയിരിക്കും അല്ലെ. ബാംഗ്ലൂർ, അതേപോലെ സെക്കന്ദരാബാദ്, അഹമ്മദാബാദ്, അതിന്റെ എന്ത് ചെയ്യാം ഡീറ്റെയിൽസ് ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്യാം RRBയുടെ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആയിട്ടില്ല. ഓക്കെ. ഒഫീഷ്യലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് RRB തിരുവനന്തപുരം, അതേപോലെ RRB ചെന്നൈയും മാത്രമാണ് ഒഫീഷ്യലായിട്ട് അവൈലബിൾ ആയിട്ട്. തിരുവനന്തപുരത്തിന്റെയൊക്കെ ഇന്നലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ. ചെന്നൈയുടെ ALP മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. JE കഴിഞ്ഞ ദിവസമാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഇത് ഇനിയിപ്പോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ഒഫീഷ്യൽ അല്ല. ഒഫീഷ്യൽ അല്ലാത്ത നമുക്ക് വേറെ ഒരു സോഴ്സിൽ നിന്ന് കിട്ടുകയാണ്. ഓക്കെ. അപ്പൊ ഇത് RTA പ്രകാരം എന്താ ഇത്രയാണ് അപ്ലിക്കൻസ് ഇതിലാണ് പറഞ്ഞത്. നമുക്ക് തിരുവനന്തപുരം RRBയിലും ചെന്നൈ RRBയിലും കുറെ പേര് RTA കൊടുത്തിട്ട് അതിന് റിപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരവിടെ ഒഫീഷ്യലായിട്ട് അവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള RRBയിലൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ RTA കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇവിടെ പബ്ലിഷ് ചെയ്തത്. നോക്കാം, അഹമ്മദാബാദ് ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പം JEയുടെ കേസ് മാത്രമാണ് കേട്ടോ. RRB JEയുടെ കേസ് മാത്രം. 33,566 പേര് ടോട്ടൽ അപ്ലിക്കൻസ് ഉണ്ട്. 382 വേക്കൻസിയാണ് അവിടെ ഉള്ളത്. അപ്പൊ ഒരു കോമ്പറ്റീഷൻ പെർ സീറ്റ് എന്ന് പറഞ്ഞാൽ 88ആണ്. ഇനി അടുത്ത ബാംഗ്ലൂർ ആണെങ്കിൽ 1,70,367 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. RRB JE 397 വേക്കൻസി. കോമ്പറ്റീഷൻ പെർ സീറ്റ് പറഞ്ഞാൽ 430 ആണ് വരുന്നത്.
പിന്നെ ആ ഒരു സമയത്ത് എന്താ ഡാറ്റയെ കൊടുത്തപ്പോൾ ഡാറ്റയെ കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഡാറ്റ അൺഅവൈലബിൾ എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തേക്കുന്നത്. ബിലാസ്പൂർ 50,353, ചണ്ഡീഗഡ് 45,236, ഗോരഖ്പൂർ 34,183. അപ്പൊ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ പെർ സീറ്റ് എന്ന് പറയുന്നത് ഒന്നെന്താ ബാംഗ്ലൂരു, പിന്നെന്താ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചെന്നൈയിനായിരിക്കാൻ ചാൻസ്. പിന്നെ ട്രിവാൻഡ്രം ഉണ്ടാവാൻ സാധ്യത നോക്കാം നമുക്ക്. പിന്നെ ജമ്മു ശ്രീനഗർ 29,203. പിന്നെ മുംബൈയിലാണെങ്കിൽ 3,56,863. 1,377 വേക്കൻസി ആണ് അവിടെ ഉള്ളത്. അപ്പൊ കോമ്പറ്റീഷൻ പെർ സീറ്റ് എന്ന് പറയുമ്പോൾ 260 വരുന്നുള്ളൂ. ഓക്കെ. പിന്നെ റാഞ്ചിയിലാവുമ്പോൾ 12,913. സിലിഗുരി 2,583 പേരാണ് അപ്ലൈ ചെയ്തിട്ട് 28 പോസ്റ്റിലേക്കാണുള്ളത്. 28 വേക്കൻസിയുടെ 167 വേക്കൻസി, 77-91 രീതിയിലാണ് അവിടെ കോമ്പറ്റീഷൻ പെർ സീറ്റ് ഉള്ളത്. ഇനി അടുത്തത് തിരുവനന്തപുരം ആകുമ്പോൾ ആ സമയത്ത് എന്താ ഒരു ആർട്ടി റിപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആർട്ടി തിരുവനന്തപുരം അതേപോലെ ചെന്നൈയിലൊന്നും എന്താ ഒരു ആർട്ടി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ പബ്ലിഷ് ചെയ്തേക്കുന്നത്. അവിടെ 101 വേക്കൻസിയാണ് ഉള്ളത്. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഒഫീഷ്യലായിട്ട്. അപ്പോൾ ഇത് വെച്ചാൽ അൺഒഫീഷ്യലായിട്ട് കിട്ടിയ ഡാറ്റാസ് ആണ്. എന്നിരുന്നാലും നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. ബാക്കി തിരുവനന്തപുരം ചെന്നൈ എന്താ ഒഫീഷ്യലാണ്. ചെന്നൈയുടെയും തിരുവനന്തപുരം സൈറ്റിലെ ഒഫീഷ്യൽ RRBയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്കിത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് PDF ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ടാവും. ഓക്കെ. അതായത് കാറ്റഗറി നമ്പർ CN3/2024 സമ്മർ ഓഫ് വേൾഡ് അപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതുപോലെ CN1/2024 സമ്മർ ഓഫ് വേൾഡ് അപ്ലിക്കേഷൻസ് രീതിയിൽ തിരുവനന്തപുരം RRBയിലും ചെന്നൈ RRBയിലും എന്ത് ചെയ്യാം ഇതിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനിയിപ്പോൾ ബാംഗ്ലൂരൊക്കെ ഒഫീഷ്യൽ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. അതുകൂടാണ്ട് ഇനിയിപ്പോൾ റെസ്പോൺസ് ഷീറ്റ് വരുന്നുണ്ടാവും. മൺഡേ വരുന്നുണ്ടാവും മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ മൺഡേ നമുക്ക് നോക്കിയിട്ട് ഒരു വീഡിയോ കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.